ഗലീല, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വൃത്തം, ചക്രം, മേഖല എന്നൊക്കെയാണ്. ഗലീലയെക്കുറിച്ചുള്ള പ്രഥമ പരാമർശം യോശുവ 20:7 നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദേശ് സങ്കേത നഗരമായി തിരിച്ചു. യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ഗലീലയിൽ സെബൂലൂൻ പ്രദേശം ഉൾപ്പെട്ടിരുന്നു. ഇസ്രായേല്യരല്ലാത്ത ധാരാളം പേര് അവിടെ പാർത്തിരുന്നതിനാലാണ് ജാതികളുടെ ഗലീല എന്ന് വിളിക്കപ്പെട്ടത്. മത്തായി 4:14. ഇത് യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. യെശയ്യാവ് 9:1. ഗലീലയുടെ 3 ചുറ്റും വിജാതീയരായിരുന്നു. തന്മൂലം ദാക്ഷിണാത്യരായ യഹൂദന്മാർ ഗലീല്യരെ വളരെ അവജ്ഞയോടുകൂടിയാണ് നോക്കിയിരുന്നത്. റോമൻ ഭരണകാലത്ത് പലസ്തീൻ, യഹൂദ്യ, ശമര്യ, ഗലീല എന്ന് 3 ജില്ലകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അവയിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളതാണ് ഗലീല. ഗലീലയുടെ അതിരുകൾ ഒരിക്കലും സ്ഥിരമായിരുന്നില്ല. ഏറ്റവും വലിയ വ്യാപ്തി 97 കിലോമീറ്റർ നീളവും 48 കിലോമീറ്റർ വീതിയുമാണ്. യേശുവിൻ്റെ കാലത്ത് ഗലീല പ്രവിശ്യയ്ക്ക് വടക്ക് തെക്കായി 70 കിലോമീറ്ററും വടക്കു പടിഞ്ഞാറായി 40 കിലോമീറ്ററും ദൈർഘ്യമുണ്ടായിരുന്നു. അതിൻ്റെ കിഴക്ക് യോർദാനും ഗലീലക്കടലും അതിരുകളായിരുന്നു. ഉത്തര ഗലീലയിലെ ഉയർന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരെയാണ്. പുതിയ നിയമകാലത്ത് അധികം ജനവാസമില്ലാത്ത ഒരു മലനാടായിരുന്നു അത്. ഗലീലയുടെ താണപ്രദേശം ദക്ഷിണ ഗലീല എന്നറിയപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ പശ്ചാത്തല ഭൂമി ഏറിയ കൂറും ദക്ഷിണ ഗലീലയാണ്. വടക്കുള്ള മലകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും ഫലപുഷ്ടിയുള്ള മണ്ണും ഈ പ്രദേശത്തെ ജനബാഹുല്യമുള്ളതാക്കി തീർത്തു. ഉലിവെണ്ണയും പയറും തടാകത്തിൽ നിന്നുള്ള മത്സ്യവും കയറ്റുമതി ചെയ്തിരുന്നു. റോമൻ പ്രവിശ്യ എന്ന നിലയിൽ ഗലീലയെ മഹാനായ ഹേരോദാവ്, ഹേരോദ അന്തിപ്പാസ് എന്നിവർ ഭരിച്ചിരുന്നു. ഗലീല ഒരിക്കലും പലസ്തീൻ്റെ അഭേദ്യ ഭാഗമായിരുന്നില്ല. തെക്കുള്ളവരും വടക്കുള്ളവരും തമ്മിൽ വളരെയേറെ അകൽച്ചയുണ്ടായിരുന്നു. ഗലീലക്കാരുടെ ഭാഷാരീതിയിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയത്തക്കവണ്ണമുള്ള ചില പ്രത്യേകതകൾ കാണപ്പെട്ടിരുന്നു. മത്തായി 26:73. ഗലീല കടലിനെക്കുറിച്ചും ബൈബിളിൽ വളരെ പ്രസ്താവനകളുണ്ട്. പലസ്തീൻ്റെ വടക്കുഭാഗത്ത് ഗലീലയിലുള്ള ഒരു ശുദ്ധജല തടാകമായിരുന്നു ഗലീല കടൽ. അതിന് 12 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 211 മീറ്റർ താഴെയായിട്ടാണ് ഇത് കിടക്കുന്നത്. പഴയ നിയമത്തിൽ കിന്നരേത്ത് കടൽ, കിന്നരോത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഒരു തടാകമായിരുന്നു എന്ന് സംഖ്യാപുസ്തകം 34:11 യോശുവ 12:3 13:27 പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഗലീല കടൽ എന്നും ഗന്നേസരേത്ത് തടാകമെന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. മത്തായി 4:18, ലൂക്കോസ് 5:1. AD 30 തിബര്യാസ് കടൽ എന്ന പേര് ഇതിന് നൽകി. യോഹന്നാൻ 21:1. ഗലീല തടാകത്തിൻ്റെ തീരത്ത് കിന്നരത്ത് ഗ്രാമം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാണ്ടൊരു ഹൃദയാകൃതിയാണ് ഇതിനുള്ളത്. തീരം പാറക്കെട്ടുകളെ കൊണ്ടും മണൽത്തിട്ടകളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥ സുഖപ്രദമാണ്. റോമൻ ഭരണകാലത്ത് ഇവിടം ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനം അധികവും കേന്ദ്രീകരിച്ചത് ഇവിടെയാണ്. ചുറ്റുമുള്ള കിഴുക്കാൻ തൂക്കായ മലകളിൽ നിന്നടിക്കുന്ന കൊടുങ്കാറ്റ് കാരണമായി ശാന്തമായി കിടക്കുന്ന തടാകം പെട്ടെന്ന് പ്രക്ഷുബ്ധമാകും. മർക്കോസ് 6:48-52 വരെ. ഈ കടലോരവും തീരപ്രദേശങ്ങളും കർത്താവിൻ്റെ ഉപമകൾക്കും കഥകൾക്കും പശ്ചാത്തലമായിരുന്നു. മത്സ്യവ്യവസായം ഇവിടെ അഭിവൃദ്ധിപ്പെട്ടിരുന്നു. കഫർനഹൂം, കോരസീൻ, ബത്സൈദ, മഗ്ദല, തിബര്യാസ്, ഗദര, ദൽമനൂഥ തുടങ്ങിയ പുതിയ നിയമത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ അനശ്വരങ്ങളാണ്. എന്നാൽ അവയിൽ പലതും ഇന്ന് തിരിച്ചറിയുവാൻ നിവർത്തിയില്ല. യേശു ഗലീലക്കാരൻ എന്നാണ് അറിയപ്പെട്ടത്. മത്തായി 26:69. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഗലീലക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 2:7. ഗലീലക്കാർ യേശുവിനെ അംഗീകരിച്ചു. യോഹന്നാൻ 4:45.
പീലാത്തോസ് ചില ഗലീലക്കാരുടെ രക്തം അവരുടെ യാഗങ്ങളോട് കലർത്തി. ലൂക്കോസ് 13:2. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 ഗലീല പുരുഷന്മാരെ എന്നുള്ള സംബോധനയും ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്.